മലപ്പുറം ചോക്കാട് ഉദിരംപോയിലിൽ ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. വണ്ടൂരിലെ UDF സ്ഥാനാർത്ഥി AP അനിൽകുമാറിന്റെ പര്യടനത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ലീഗ് സ്ഥാനാർത്ഥിയുടെ തോൽവിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തെ തുടർന്ന് AP അനിൽകുമാർ പുറത്തിറങ്ങാതെ പ്രചാരണ വാഹനത്തിൽ നിന്ന് സംസാരിച്ച് മടങ്ങുകയായിരുന്നു. മുബഷീർ P. അക്ബർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. മുബഷീർ, ഇത് മുന്നണിക്കകത്ത് തന്നെ ഒരു തർക്കം, അത് ഒരു പരസ്യമായ തർക്കം, കോൺഗ്രസും ലീഗും തമ്മിൽ ഏറ്റുമുട്ടുന്ന നിലയിലേക്ക്, പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് എന്തുകൊണ്ടാണ്? ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നതിനിടയിൽ ഇതൊരു കല്ലുകടിയാണല്ലോ മുബഷീർ. തീർച്ചയായും അവിടെയുള്ള UDF-നെ സംബന്ധിച്ച് അവരുടെ പൊന്നാപുരം കോട്ട എന്ന് അവകാശപ്പെടുന്ന മണ്ഡലമാണ് വണ്ടൂർ. സ്വാഭാവികമായിട്ടും സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിലാണ് ഈ ചില ഇടങ്ങളിലുള്ള ഇത്തരത്തിലുള്ള തർക്കങ്ങൾ കല്ലുകടിയായി മാറുന്നത്. ഇത് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ ചോക്കാട് പഞ്ചായത്തിലെ ഉദിരംപോയിൽ എന്ന് പറയുന്ന വാർഡിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായുള്ള AP അനിൽകുമാറിന്റെ പര്യടനത്തിനിടെയാണ് ഇത്തരമൊരു വാക്കുതർക്കവും പരസ്പരം ചെറിയ രീതിയിലുള്ള സംഘർഷവും ആ ഒരു മേഖലയിൽ ഉണ്ടാകുന്നത്. അതായത് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചോക്കാട് പഞ്ചായത്തിലെ ഉദിരംപോയിൽ വാർഡിൽ ലീഗ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിരുന്നു. അവിടെ കാലങ്ങളായിട്ട് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് വിജയിക്കാറുള്ളത്, ലീഗിന്റെ ജനപ്രതിനിധികളാണ് അവിടെ ഉണ്ടാകാറുള്ളത്. അക്കാര്യത്തിൽ ലീഗ് ആരോപിച്ചിരുന്നത് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളെ കാലുവാരിയത് കൊണ്ടാണ് പരാജയപ്പെട്ടത് എന്നുള്ളതായിരുന്നു ലീഗിന്റെ പ്രധാനപ്പെട്ട ആരോപണം. തോൽവിയുടെ കാരണക്കാർ എന്ന് ലീഗ് ആരോപിക്കുന്നവർ AP അനിൽകുമാറിന്റെ പര്യടന വേദിയിലെത്തിയതാണ് സംഘർഷത്തിന് കാരണമെന്നുള്ളതാണ് ഒരു വിഭാഗം പറയുന്നത്. അതേസമയം അവിടെ ഒരു തരത്തിലുള്ള സംഘർഷവും ഉണ്ടായിട്ടില്ല. ചെറിയ സംഘാടനവുമായി ബന്ധപ്പെട്ട ചെറിയ സംസാരം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായതിന്റെ തുടർച്ചയല്ല. അത്തരത്തിലുള്ള സംഘർഷമൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക UDF, ലീഗ്, കോൺഗ്രസ് നേതൃത്വങ്ങളൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതോടെ ഇത് വ്യാപകമായിട്ട് അവിടെ LDF, CPM-ന്റെ പ്രവർത്തകരൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ സംഘർഷം കോൺഗ്രസ് ലീഗ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CPM ഇത് പ്രചരിപ്പിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രാദേശിക നേതാക്കൾ നിഷേധിക്കുന്നുമുണ്ട്. ശരി, മുബഷീർ P. അക്ബർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മലപ്പുറത്ത്.